കേന്ദ്രത്തിൻ്റെ ബീഫ് രാഷ്ട്രീയത്തിന് ബദൽ രൂപപ്പെടുന്നത് ഇങ്ങ് കേരളത്തിൽ നിന്ന്, അതും ദേശീയ ബദൽ. തീർച്ചയായും ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത് പിണറായി വിജയനും ഇടതുപക്ഷവും രൂപപ്പെടുത്തുന്ന ദേശീയ ബദൽ എങ്ങനെയാണ് രാജ്യത്ത് പുരോഗമിക്കുന്നത് എന്ന ആ രാഷ്ട്രീയം കൂടിയാണ്. ഇന്ന് CPIM നേതാവ് പ്രേംനാഥ്, GV ഹരി കോൺഗ്രസ് നേതാവ്, ഒപ്പം BJPയുടെ ഭാഗത്തുനിന്ന് B ഗോപാലകൃഷ്ണൻ എന്നിവരാണ് നമ്മുടെ ചർച്ചയിൽ ചേരുന്നത്. ഒപ്പം സുരേന്ദ്ര ബാബു നിരീക്ഷകനായും നമുക്കൊപ്പമുണ്ട്. ന്യൂസ് ആൻഡ് വ്യൂസ് തുടരുകയാണ്. തലശ്ശേരിയിൽ പൊഴിഞ്ഞു വീണ കുഞ്ഞിരാമൻ്റെ ചോര ഫാസിസ്റ്റ് വിരുദ്ധ ബദലായി മാറുന്നു. ഒരു ഈർക്കിൽ കൊണ്ട് പോലും അടികൊണ്ടിട്ടില്ലാത്ത തീവ്ര ഇടതുപക്ഷ നാട്യക്കാരുടെ ജോണി വാക്കർ യുക്തിക്ക് തമസ്കരിക്കാൻ കഴിയാത്തതാണ് ഊരിപ്പിടിച്ച കത്തിക്കിടയിലൂടെ നടന്ന ചങ്കുറപ്പിന്റെ ശരിയായ ഇടതുപക്ഷ രാഷ്ട്രീയമെന്നും കാലം തിരിച്ചറിയുന്നുവോ? അപരനിന്ദയുടെ മാനസിക വൈകൃതത്തെ ജനപക്ഷ രാഷ്ട്രീയമായി തെറ്റിദ്ധരിപ്പിച്ച് ന്യൂസ് ഡെസ്കുകളെ ഇടിമുറികളാക്കി മാറ്റിയ അർണബ് ഗോസ്വാമിമാരുടെ വിധ്വംസാത്മക രാഷ്ട്രീയത്തിന്റെ നിലക്കണ്ണാടിക്ക് മുന്നിൽ വികൃതമാക്കപ്പെടാവുന്നതല്ല ഇടതുപക്ഷത്തിന്റെ ബദൽ രാഷ്ട്രീയമെന്നും രാജ്യം തിരിച്ചറിയുന്നു. കേവല യുക്തികളുടെ സന്ദേശം മോഡൽ പരിഹാസങ്ങൾക്ക് നിർവീര്യമാക്കാൻ കഴിയാത്ത തോർച്ചയില്ലാത്ത പ്രവാഹോത്സവമാണ് ഇടത് രാഷ്ട്രീയമെന്നും രാജ്യം തിരിച്ചറിയുന്നു. 1.5 പതിറ്റാണ്ട് കാലം തങ്ങളുടെ കണ്ണിന് പിടിക്കാത്തവനെന്ന ഒറ്റക്കാരണത്താൽ ആക്ഷേപങ്ങളുടെ പെരുവഴിയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ച പിണറായി വിജയന്റെ രാഷ്ട്രീയം രാജ്യത്തിന് മാതൃകയായി. അതിന് കാരണം കേവലം വ്യക്തിയല്ല, മറിച്ച് ഹൃദയപക്ഷ രാഷ്ട്രീയത്തിന്റെ ദാർശനിക ഉൾക്കരുത്താണെന്നും തിരിച്ചറിയുന്നു. തീർച്ചയായും ബീഫ് ഉയർത്തുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന് വിരുദ്ധമായ ചേരി കേരളത്തിൽ നിന്നും പുറപ്പെടുന്നു എന്നതും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും സാധാരണക്കാർ ഞങ്ങൾക്കിങ്ങനെ ഒരു മുഖ്യമന്ത്രി വേണമെന്ന് പറയുന്നതും പിണറായി വിജയന്റെ മാത്രം വിജയമല്ല, അത് ഇടത് രാഷ്ട്രീയത്തിന്റെ വിജയമാണ്. തീർച്ചയായും നമുക്ക് ചർച്ച ചെയ്യാം അതിൻ്റെ മാനങ്ങൾ. CPIM നേതാവ് PK പ്രേംനാഥ്, സുരേന്ദ്ര ബാബു, GV ഹരി കോൺഗ്രസ് നേതാവ്, KPCC നിർവാഹക സമിതി അംഗം, ഒപ്പം BJP നേതാവ് B ഗോപാലകൃഷ്ണനും നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം ശ്രീ PK പ്രേംനാഥിലേക്ക്. ശ്രീ PK പ്രേംനാഥ്, ബീഫ് ഉയർത്തിയത് കേവലം ഭക്ഷണത്തിൻ്റെ രാഷ്ട്രീയം മാത്രമല്ല, അത് ഉയർത്തുന്നത് വലിയ തിരിച്ചറിവുകളുടെ രാഷ്ട്രീയം കൂടിയാണ്. അത്തരത്തിൽ ഫാസിസ്റ്റ് രാഷ്ട്രീയം അണപൊട്ടിയെത്തുമ്പോൾ പ്രതിരോധിക്കാൻ ദേശീയ തലത്തിൽ ഇങ്ങ് കൊച്ചു കേരളത്തിലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അല്ലെങ്കിൽ ആ പക്ഷവുമേ ഉള്ളൂ എന്നത് നിസ്സാര കാര്യമല്ല. തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇന്ന് ട്വീറ്റ് ചെയ്തു, ട്വീറ്റുകളുടെ പ്രവാഹമായിരുന്നു ഇന്ന്. തമിഴ്നാടിന് ഇത്തരത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടായില്ലല്ലോ എന്നവർ പറയുന്നു. ഒപ്പം തമിഴ്നാടിനെ കേരളത്തിലേക്ക് ചേർക്കൂ എന്നും പറയുന്നു. അത് കേവലം ചില ഭാഷാടിസ്ഥാനത്തിലോ വംശീയാടിസ്ഥാനത്തിലോ അല്ല, മറിച്ച് ഈ രാഷ്ട്രീയം നൽകുന്ന ബദൽ ശക്തിയുടെ രൂപത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ വിലയിരുത്താമോ ഇതിനെ? തീർച്ചയായും വള്ളത്തോളിൻ്റെ സുപ്രസിദ്ധമായ കവിതാശകലം ഒരിക്കൽ കൂടി ഉദ്ധരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ. വിശ്വപ്രസിദ്ധമെന്ന് വിളിക്കാവുന്ന ആ കവിതാശകലം ഇത്തിരി ഭേദഗതികളോടെ ആഹ്ലാദ നിർഭരമായും അഹങ്കാരത്തിൻ്റെ മേമ്പൊടി ചേർത്തും ഇടതുപക്ഷക്കാർക്ക് ആകാശത്തോളം ഉയർത്തിച്ചൊല്ലാൻ കഴിയുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഒരു രാഷ്ട്രീയ ചരിത്ര സന്ദർഭമാണ് ഇന്ന് ഈ വർത്തമാനത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ മോഡിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അപമാനം കണ്ട് ശിരസ് കുനിയേണ്ടതും അന്ധകാര നിബിഡമായ ദേശീയ രാഷ്ട്രീയത്തിലെ ആകാശവിധാനങ്ങളിൽ പ്രതീക്ഷയുടെ പ്രകാശകിരണമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ചേരിയുടെ അമരക്കാരൻ സഖാവ് പിണറായിയും അദ്ദേഹം നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാരും ഉയർന്നു വരുന്നു എന്നത് ഏറ്റവും ആഹ്ലാദകരമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ആശ്വാസത്തിൻ്റെ അത്താണിയായും പ്രതിരോധത്തിൻ്റെ പടച്ചട്ടയായും ഇടതുപക്ഷം വിശിഷ്യ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അത് ശിരസുയർത്തിപ്പിടിച്ചു നിൽക്കും. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ദേശീയ തലത്തിൽ തന്നെ അരുതായ്മകൾക്കും ആസുരതകൾക്കും സന്ധിരഹിതമായ പോരാട്ടത്തിന് ഇന്ധനം നൽകും ഈ നിലപാടുകൾ എന്ന് കേരളത്തിലെ എന്ന് മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മനുഷ്യസ്നേഹികൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തന്നെ അവർ കരുതുകയാണ്. തീർച്ചയായും ശ്രീ GV ഹരി, ഇത് ദേശീയ പാർട്ടിയായ കോൺഗ്രസിൻ്റെ പരാജയം കൂടിയുണ്ട് ഇതിൽ.
അത് കൂട്ടി വായിക്കാതിരിക്കാനാകുന്നില്ല. ഒപ്പം കേരളത്തെ സംബന്ധിച്ച് എന്നത് മാത്രമല്ല, ഇന്ത്യയിലെ ഭക്ഷണ രാഷ്ട്രീയം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഭക്ഷണത്തിന് മേൽ കൈകടത്തുന്നു, വസ്ത്രത്തിന് മേൽ കൈകടത്തുന്നു, മനുഷ്യൻ്റെ എല്ലാവിധ പ്രകടനങ്ങൾക്കും മേൽ കൈകടത്തുന്നു. ഈ പ്രവണതയ്ക്കെതിരെ ഒരു ബദലുണ്ടാകേണ്ടത് കേരളത്തിൽ നിന്നാണ് എന്നത് യാദൃച്ഛികമാണ്. ഈ കോൺഗ്രസിൻ്റെ പരാജയം എന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ കോൺഗ്രസിൻ്റെ പരാജയമാണ് ഇതിന് കാരണം എന്നതിനോട് ഞാൻ യോജിക്കുന്നു. രാജ്യത്ത് കോൺഗ്രസ് പരാജയപ്പെട്ടതാണ് ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ഫാസ്റ്റ് സമീപനത്തിൻ്റെ അടിസ്ഥാനമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 60 വർഷക്കാലം ഈ രാജ്യത്തെ മതേതരത്വം എന്താണെന്നും ജനാധിപത്യം എന്താണെന്നും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത കോൺഗ്രസ് പ്രസ്ഥാനം ഇന്ന് പ്രതിപക്ഷത്തേക്ക് ഒതുങ്ങുമ്പോൾ എന്താണ് ശരിക്കും BJPയുടെ അജണ്ട? ആ ഫാസിസ്റ്റ് അജണ്ട നടപ്പാക്കാനുള്ള ടെസ്റ്റ് ഡോസ് ആയിട്ടാണ് ഞാൻ ഈ ബീഫ് രാഷ്ട്രീയത്തെ കാണുന്നത്. അതിൽ വളരെ വ്യത്യസ്തമായ ഒരു സമീപനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വീകരിച്ചതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അദ്ദേഹം ഇന്ന് പ്രതിപക്ഷ നേതാവുമായിട്ട് ആലോചിച്ച് വേണമെങ്കിൽ നിയമസഭ വിളിച്ചു കൂട്ടുമെന്നും അതിന് നിയമനിർമ്മാണം കേരളത്തിൽ നടത്തും എന്നുള്ളത് രാജ്യത്തിന് തന്നെ മാതൃകയാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അവിടെയാണ് ജനപക്ഷ ചിന്തകളോട് നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കേണ്ടത്. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങൾക്ക് ഹിതകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്ന് നമുക്ക് ഈ പറയുന്ന ബീഫ് രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ ബീഫിൻ്റെ ഈ പറയുന്ന ഒരു പുത്തൻ രാഷ്ട്രീയം, ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ബീഫ് ഒരു പുത്തൻ രാഷ്ട്രീയമാണ്, ഒരു പുതിയ ചിഹ്നമാണ്. അത് നമുക്ക് എല്ലാവർക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും, രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും ജനഹിതമായി കാര്യങ്ങൾ ചെയ്താൽ അതിനോടൊപ്പം ജനങ്ങൾ ഉണ്ടാകുമെന്നും അഭിനന്ദന പ്രവാഹം സ്വാഭാവികമായി ഉണ്ടാകുമെന്നും ഈ ഒരു കാര്യം തന്നെ തെളിയിക്കുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം മറ്റൊരുപാട് കാര്യങ്ങളിൽ എതിർപ്പുകൾ ഉണ്ടായിട്ടും ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ ബഹുമാനായ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള ഈ തീരുമാനത്തെ എല്ലാവരും സർവാത്മന സ്വാഗതം ചെയ്തതിൻ്റെ തലവും അതാണെന്ന് തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമോ എന്ന വ്യത്യാസമില്ലാതെ കേരളം, ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള MLA മാർ, കേരളത്തിലെ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള സാംസ്കാരിക നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ IIT-കളിലും അതോടൊപ്പം തന്നെ രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കം ഈ പറയുന്ന കന്നുകാലി നിരോധനം, അതിൻ്റെ അറിവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിരോധനവുമായി ഈ നിയമത്തിനെതിരെ നമുക്ക് മുന്നിൽ വന്നു. അവരെയൊക്കെ തച്ചുടയ്ക്കുന്ന, അടിച്ചമർത്തുന്ന സമീപനം ഞാൻ കണ്ടു. ആ പ്രസാദ് എന്ന് പറയുന്ന PhD ചെയ്യുന്ന ആ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു പുതിയ തന്ത്രം കേരളത്തിൽ BJP പയറ്റുകയാണ്. എന്താണ് തന്ത്രം? ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പഴയ ബ്രിട്ടീഷുകാരുടെ സമീപനം ഇവിടെ വളരെ കൃത്യമായി നടപ്പാക്കുകയാണ്. ആ അജണ്ട നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഹിന്ദുവിനെയും മുസൽമാനെയും ഒരു കാര്യം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഇപ്പോൾ പുണ്യ റംസാൻ കാലമാണ്. ഈ പുണ്യ റംസാന്റെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലൊരു ഓർഡർ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ വലിയ പരിസ്ഥിതിവാദികളാണ്, ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷകരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ മറവിൽ വളരെ സംഘടിതമായി ഒരു ടെസ്റ്റ് ഡോസ് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഈ ടെസ്റ്റ് ഡോസിനെ രാജ്യം അംഗീകരിച്ചാൽ, രാജ്യം എതിർക്കാതെ ഒരു സോഫ്റ്റ് സമീപനം നമ്മൾ ഇതിനകത്ത് സ്വീകരിച്ചാൽ നമ്മൾ വരാൻ പോകുന്ന 2 കൊല്ലം വലിയ വില ഈ രാജ്യം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് സംഘടിതമായി എടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ കൂട്ടായി പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ബഹുമാനായ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തെ 100% കോൺഗ്രസ് അംഗീകരിക്കുകയാണ്. അതിനെ നമ്മൾ സ്വാഗതം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അതായത് കക്ഷി രാഷ്ട്രീയത്തിന്റെ സങ്കുചിതങ്ങൾക്കപ്പുറത്തേക്ക് പിണറായി വിജയനും ഇടത് രാഷ്ട്രീയവും ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന മാതൃകാപരമായ തീരുമാനത്തെ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ജനങ്ങൾക്കൊപ്പം കോൺഗ്രസ്സുകാരും കേരളത്തിലെ കോൺഗ്രസ്സുകാരും അഭിനന്ദിക്കുന്നു എന്നതാണ് GV ഹരി എന്ന KPCC നിർവാഹക സമിതി അംഗം ആ രാഷ്ട്രീയത്തെ വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത്. ഞാൻ സംസാരിക്കുന്നത് സംഘ് പരിവാറിൻ്റെ ദാർശനികനോടല്ല, അത് രണ്ടാമത് സംസാരിക്കാം. ഒന്നാമതായി ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഞാൻ കേരളീയനായ മലയാളിയായ ഗോപാലകൃഷ്ണനോടാണ് ചോദിക്കുന്നത്. പിണറായിയെക്കുറിച്ചും ഇടത് രാഷ്ട്രീയത്തെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ താങ്കൾക്ക് അഭിമാനം തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് ഈ വിജ്ഞാപനം ഇറക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനോട് വളരെയേറെ അഭിമാനമുണ്ട് കേരളീയൻ എന്ന നിലയിൽ. അതേസമയത്ത് റംസാൻ്റെ പുണ്യദിനത്തിൽ ഒരു പാവ പശുക്കുട്ടിയുടെ ചോര മുക്കിയ കൈകൊണ്ട് കൈപ്പത്തി കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും ഒക്കെ മുമ്പിൽ വെച്ചൊരു പശുക്കുട്ടിയെ വെട്ടി അതിൻ്റെ ചോര പൊടിഞ്ഞ കൈപ്പത്തി കൊണ്ട് കൈപ്പത്തിക്കാരൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ പുച്ഛവും തോന്നുന്നുണ്ട്. കാരണം അഹിംസയുടെ പാർട്ടിയായി
ഗാന്ധിജിയുടെ സഹവർത്തിത്വം സ്വീകരിക്കുന്ന പാർട്ടിയായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പശുവിനെയും കുട്ടിയെയും വെച്ച് മുദ്ര ചിഹ്നമുണ്ടാക്കി ആ ചിഹ്നത്തിലൂടെ വോട്ട് പിടിച്ച് അധികാരത്തിൽ വന്ന പാർട്ടി 48-ാം അനുച്ഛേദനത്തിൽ ഭരണഘടനയിൽ ഗോവധ നിരോധനം എഴുതി വെച്ച പാർട്ടി 24 സംസ്ഥാനങ്ങളിൽ ഗോവധം നിരോധിച്ച പാർട്ടി ആ പാർട്ടി പശുവിനെയും കുട്ടിയെയും ഉപേക്ഷിച്ച് പശുക്കുട്ടിയെ തെരുവീതിയിൽ കൊന്ന് അതിൻ്റെ ചോര കൊണ്ട് കൈകൾ ഉയർത്തിപ്പിടിക്കുന്നത് കാണുമ്പം കേരളീയൻ എന്ന നിലയിൽ എനിക്ക് സഹതാപവും എനിക്ക് പുച്ഛവും തോന്നുകയാണ്. വാസ്തവത്തിൽ ഇത്ര ഒരു രാക്ഷസീയമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് പെരുമാറേണ്ടി വന്നുവല്ലോ എന്ന വിഷമമാണ് എനിക്ക് നിൽക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അദ്ദേഹം ചെയ്യുന്നത് നിയമപരമായിട്ട് ജനാധിപത്യ മാർഗത്തിലൂടെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എല്ലാ സംസ്ഥാനങ്ങളിലെയും ആളുകൾക്ക് മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതുന്നു. തെറ്റൊന്നുമില്ല, അദ്ദേഹത്തിനത് എഴുതാനുള്ള അവകാശമുണ്ട്. ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു വിജ്ഞാപനമോ അത് ഇരുമ്പലൊക്കെയല്ല. ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായിട്ടുള്ള വിശകലനം വേണം. പക്ഷേ ആ വിശകലനം നടത്താൻ ഏറെ ബാധ്യസ്ഥരായ ഇന്ത്യയിലെ നീതിപീഠത്തിലിരിക്കുന്ന പ്രത്യേകിച്ച് കേരളത്തിലെ ഹൈക്കോടതി വളരെ കൃത്യമായി ചോദിച്ചല്ലോ, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ വിജ്ഞാപനത്തെ എതിർക്കുന്നത്? പോയി വല്ലതും വായിച്ചിട്ട് വാ, പഠിച്ചിട്ട് വാ. എനിക്ക് പറയാനുള്ളത്, ഈ IAS ഉദ്യോഗസ്ഥന്മാരുടെ തമ്മിലടിയിൽ ഇവിടുത്തെ കൃഷിമന്ത്രിക്കും ഇവിടുത്തെ മുഖ്യമന്ത്രിക്കും കാര്യം കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ IAS ആളുകളെ ഇല്ലാതെ പോയോ? ഉപദേശകർ ഇത്രയേറെ ഉണ്ടായിട്ടും വിജ്ഞാപനത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ ആളില്ലാതെ പോയോ എന്നതാണ് എനിക്ക് തോന്നുന്ന, മലയാളി എന്ന നിലയിൽ കേരളീയൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്ന സംശയം. അങ്ങനെയാണെങ്കിൽ ഇത് കൃത്യമായിട്ട് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ പിണറായി വിജയൻ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അതിനോട് പ്രതികരിക്കുന്ന ആളാണ്. കൃത്യമായി കാര്യം മനസ്സിലാക്കിയാൽ അദ്ദേഹം ഈ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ വിജ്ഞാപനത്തിൽ ഞാനൊരു 5-6 പ്രാവശ്യം വിജ്ഞാപനം വായിച്ചതാ. വിജ്ഞാപനം വായിക്കാത്തവർ വന്ന് എന്തെങ്കിലും പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. വിജ്ഞാപനത്തിൽ കന്നുകാലികളെ അറക്കുന്നതിനെതിരല്ല ആ വിജ്ഞാപനം എന്ന് മാത്രമല്ല, അറവുശാലയെക്കുറിച്ച് പറയുന്നില്ല, കന്നുകാലികളെ കൊല്ലരുതെന്ന് പറയുന്നില്ല, ഗോമാംസത്തെക്കുറിച്ച് പറയുന്നില്ല, ഇറച്ചി തിന്നരുതെന്ന് പറയുന്നില്ല. പിന്നെ എന്തിനാണ് ഈ ബഹളം? ഈ ഹാലിളക്കം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആകെ ഉള്ളത് ഞാൻ പറഞ്ഞാൽ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അറവിനായി അറുക്കാനായി വിൽക്കുന്ന കാലിച്ചന്തകൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നില്ലേ? ഒരു കമ്മിറ്റിയെ രൂപപ്പെടുത്തണം, അതിനെ ബോധ്യപ്പെടുത്തണം, ഈ വിഷയങ്ങളൊക്കെ വാങ്ങുന്ന ആൾ 6 മാസം ഈ കാര്യങ്ങൾ നിലനിർത്തണം എന്നതിൽ ആ വിജ്ഞാപനത്തിൽ പറയുന്നില്ലേ? കോടതിക്ക് പുറത്ത് അടികൊള്ളുന്ന മാട്ടിറച്ചി കച്ചവടക്കാർ അല്ലെങ്കിൽ പശുവിനെ വളർത്തുന്ന കർഷകരൊക്കെ ജാതിയും പേരും ചോദിച്ച് അടികൊള്ളുന്ന കാര്യം വിശാല അർത്ഥത്തിൽ ആ രാഷ്ട്രീയത്തെ കൂടി നീതിപീഠത്തിന് വിവക്ഷിക്കാനാകില്ല. അവർ സാങ്കേതികമാണ്. മുമ്പിലെത്തുന്ന വിജ്ഞാപനത്തിൻ്റെ അന്തസാരം മാത്രമേ അവർക്ക് നോക്കാനാകൂ. ആ പരിമിതിയുടെ സാങ്കേതികത ഉപയോഗിച്ച് താങ്കളുടെ വാക്കുകളെ കത്തിക്കയറ്റരുത്. നിങ്ങളുടെ മനസ്സിൽ രാഷ്ട്രീയമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയം വിജ്ഞാപനത്തിന്റെ മറവിൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറ്റുന്ന കുതന്ത്ര കാപട്യത്തെയാണ് വാസ്തവത്തിൽ ഇന്ന് ഹൈക്കോടതി വലിച്ച് കീറിയത്. മിസ്റ്റർ അജിംസ്, ഞാൻ ചോദിക്കട്ടെ അജിംസെ, നിങ്ങൾ പറഞ്ഞില്ല ഒരു മലയാളി എന്ന നിലയിൽ, ഒരു കേരളീയൻ എന്ന നിലയിൽ സംസാരിക്കാൻ. ഞാനൊരു കേരളീയൻ എന്ന നിലയിൽ ചോദിക്കുകയാ, ഏത് മാട്ടിറച്ചിക്കാരനെയാണ് കേരളത്തിൽ തടഞ്ഞത്? ഏത് മാട്ടിറച്ചിക്കാരനെയാണ് കേരളത്തിൽ തല്ലിയത്? ഏത് മാട്ടിറച്ചിക്കാരനെയാണ് കേരളത്തിൽ വിൽക്കാൻ പാടില്ല? കേരളത്തിൽ നട്ടലുള്ളവർ ഭരിക്കുന്നത് കൊണ്ടല്ലേ? അങ്ങനെ ഭരിക്കാതെ യുപിയിലും ഒറീസയിലും ബീഹാറിലും ഏറ്റവും ഒടുവിൽ രാജസ്ഥാനിലും ഒക്കെ അടികൊണ്ട് നിൽക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നില്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ? ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതാണ് വിജ്ഞാപനം എന്നത് നിങ്ങളടക്കമുള്ളവർ വായിക്കാത്തത് കൊണ്ടാണ്. ഭാസുരേന്ദ്ര ബാബു അടക്കമുള്ളവർ കോൾമേയർ കൊള്ളുന്ന വാക്കുകൾ കൊണ്ട് നിർത്തിയ അന്തരീക്ഷം. ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കളിലേക്ക് എത്താം, എല്ലാവരിലേക്കും പോകാം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, കോൾമേയർ കൊള്ളുന്ന വാക്കുകൾ കൊണ്ട് താങ്കൾ ഉയർത്തിയ രാഷ്ട്രീയ പരിസരത്തെ വിജ്ഞാപനത്തിന്റെ വിഷയത്തിൽ നീതിപീഠം കൈകാര്യം ചെയ്തത് വെച്ചിട്ടാണ് ശ്രീ ഗോപാലകൃഷ്ണൻ എതിർക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന് യുക്തിയുണ്ട് ശ്രീ ഭാസുരേന്ദ്ര ബാബു? അല്ല ശ്രീ ഗോപാലകൃഷ്ണൻ, ഇപ്പം നമ്മൾ ബീഫ് വിഭാഗത്തെ കുറിച്ചൊന്നുമല്ല സംസാരിക്കുന്നത്. ഞാൻ അതിലേക്ക് പോകുന്നുമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ്, കേരളത്തെ എങ്ങനെ പിടിക്കാം എന്ന് ആലോചിക്കാൻ നാളെയും വരുന്നു അമിത്ഷാ. കുറേ നടന്ന് തേഞ്ഞു ടിയാൻ്റെ ചെരുപ്പുകളും
കാൽപാദവും ഒക്കെ തേഞ്ഞു. പിടിക്കാനാണല്ലോ വരുന്നത് കേരളത്തെ പിടിക്കാൻ നടത്തിയ അവിശ്രമമായ ശ്രമങ്ങൾ, ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുന്നു ഒരു വശത്ത്. അതുകൊണ്ട് കേരളം BJPയുടെ കണ്ണിലെ കരടാകുന്നു. ദേശീയ നേതാക്കൾക്കൊക്കെ വലിയ പുച്ഛമാണ് മലയാളികളെ കുറിച്ച്. കാരണം അവരൊന്നും ദേശീയ രാഷ്ട്രീയം മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, എന്ത് ചെയ്യും ഇവരിങ്ങനെ രാജ്യദ്രോഹികളായാൽ എന്നൊക്കെ ആലോചിച്ചു പോകുന്നു. ഗോപാലകൃഷ്ണനെ പോലെയുള്ള 5-6 ആളുകളെ ഉള്ളൂ ദേശീയവാദികൾ, ബാക്കിയെല്ലാം രാജ്യദ്രോഹികളായി മാറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊച്ചു കേരളമാണല്ലോ. കേരളത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എപ്പോഴും ഇവർ BJPക്കാർ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ ഇന്ത്യ മുഴുവൻ പിടിച്ചിരിക്കുന്നു, കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ അത് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇവിടെ ഇച്ചിരിയല്ലേ ഉള്ളൂ, ഞങ്ങളതിനെ അതിജീവിക്കാൻ പോകുന്നു എന്ന നിലയ്ക്കൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇടതുപക്ഷം പരിമാണപരമായൊരു വളർച്ചയൊന്നുമല്ല, അത് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നില്ല എന്ന ഒറ്റ കാര്യം കൊണ്ട് അവരെ പരിഗണിക്കേണ്ടതില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ ചോദ്യത്തിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടും. കാരണം അഖിലേന്ത്യാ നിലവാരത്തിലേക്ക് വളർന്നു വരുന്ന പുതിയ BJP കുൽസിതമായി ഉന്നയിച്ച ഒരു വീക്ഷണമായിരുന്നല്ലോ 1960 നിയമവുമായി ബന്ധിപ്പിച്ച് ഇപ്പൊ 2017 ഉണ്ടാക്കിയ ചട്ടം. കേരള ഹൈക്കോടതി എന്ത് വേണമെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ, പാരന്റ് ആക്ടിന് എതിരായിക്കൂടല്ലോ ചട്ടം. ആ ചട്ടം പാരന്റ് ആക്ടിന് എതിര് തന്നെയാണ്. അത് ഈ കോടതി തന്നെ, കേരള കോടതി. തീർച്ചയായും ശ്രീ ഭാസ്കരേന്ദ്ര ബാബു താങ്കളിലേക്ക് എത്തുന്നതിന് മുമ്പ് ശ്രീ PK പ്രേംനാഥ്, ഇത്തരത്തിൽ ഒരു വിഷയം രൂപപ്പെടുമ്പോൾ അതിനെ ഏത് വിധത്തിലാണ് ഫാസിസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത് എന്ന്, ഫാസിസ്റ്റുകൾ എന്നത് നിങ്ങളുടെ പരിപ്രേക്ഷ്യത്തിലാണ്, എൻ്റേതല്ല, അത്തരത്തിലാണ് കാര്യങ്ങൾ വിവക്ഷിക്കുന്നത് എന്ന് ശ്രീ ഗോപാലകൃഷ്ണൻ പറയുകയും ചെയ്തു. എങ്ങനെയാണ് നിങ്ങളുടെ ബദൽ രാഷ്ട്രീയം ഇതിന് മറുപടി നൽകുക ശ്രീ PK പ്രേംനാഥ്? അല്ല, നമ്മുടെ നാട്ടിൽ സാധാരണ പറയുന്ന ഒരു ശൈലിയുണ്ട്. മൂക്കും വായും പൊത്തിപ്പിടിച്ചൊരു മനുഷ്യനോട് ശ്വാസം വിടാൻ സമ്മതിക്കാതെ കുറേ നേരം പിടിച്ചതിന് ശേഷം ഒരു റൂമിലേക്ക് അദ്ദേഹത്തെ തള്ളിയിട്ട്, വിഷവായു മാത്രം നിറച്ച റൂമിലേക്ക് അദ്ദേഹത്തെ തള്ളിയിട്ട് മൂക്കും വായും സ്വതന്ത്രമാക്കുന്നു. എന്നിട്ട് ഈ ബന്ദിയാക്കിയ മനുഷ്യനോട് പറയുകയാണ്, നിങ്ങളുടെ മൂക്കും വായും ഇപ്പോൾ സ്വതന്ത്രമാണ്, ഇഷ്ടം പോലെ ശ്വസിച്ചോളും. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നാൽ അതിനർത്ഥം മരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നാണ്. തീർച്ചയായും ശ്രീ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. നേരത്തെ നമ്മൾ തമാശയായി ഞങ്ങളൊക്കെ നാട്ടിൽ പറയാറുണ്ട്, സിഗരറ്റ് വലിക്കാം പക്ഷേ പുക പുറത്തേക്ക് വിടരുത് എന്ന കോടതി ഉത്തരവുണ്ടായാൽ സിഗരറ്റ് നിരോധനവുമായി ബന്ധപ്പെട്ടതല്ല ആ ഉത്തരവ് എന്ന് വ്യാഖ്യാനിക്കുന്നത് പോലെ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കൗശലങ്ങളിൽ അഭിരമിച്ച് വർത്തമാനം പറഞ്ഞ് ഒപ്പിച്ചെടുക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷവാദികൾ മാത്രമല്ല, പശുപ്പറ്റിനേക്കാൾ മനുഷ്യപ്പറ്റ് സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സകല മനുഷ്യരും, പശുവിനേക്കാൾ പ്രാധാന്യം മനുഷ്യന് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സകല മനുഷ്യരും ഈ നിലപാടിനെ നഖശിഖാന്തം എതിർക്കും എന്നൊരു വസ്തുത സത്യസന്ധമാണ്. മറ്റൊരു കാര്യം, കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും സഖാവ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ CPIM-നും ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ചേരിക്കും വരുന്ന അഭൂതപൂർവമായ പിന്തുണ കഴിഞ്ഞ കാലങ്ങളിലെ രാഷ്ട്രീയം കൂടി പരിശോധിച്ച ബോധ്യവും. അനീതിക്കും അരുതായ്മകൾക്കുമെതിരെ സന്ധിരഹിതമായ അശ്വമേധം നടത്തിയ RSSകാർ എന്തെല്ലാം ഗോഗോ വിളികളോടെ തടയാൻ ശ്രമിച്ചിട്ടും ചില സ്ഥലങ്ങളിൽ 10,000ങ്ങളോട് അഭിവാദ്യം ചെയ്ത് സംസാരിക്കാൻ സഖാവ് പിണറായി വിജയന് കഴിഞ്ഞ രാഷ്ട്രീയ പശ്ചാത്തലം, അവിടെയൊക്കെ നട്ടല്ലുറപ്പുള്ള ഇരട്ടച്ചങ്കോ 100 ചങ്കോ എന്നൊക്കെ ഗോപാലകൃഷ്ണൻ തീരുമാനിച്ചാൽ മതി, ഏതായാലും മാനവികത ഉയർത്തിപ്പിടിക്കുന്ന, സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അമരക്കാരനാണ് സഖാവ് പിണറായി വിജയനെന്ന് നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞങ്ങൾ തമാശയെ പറയാറുണ്ട്, പിണറായിയെക്കുറിച്ച് ചിലരെല്ലാം പറയുന്നത് ചിരിക്കില്ല എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ചിരിക്കില്ല എന്ന പരാതിയാണ് പിണറായിയെക്കുറിച്ചുള്ളത്, പക്ഷേ അദ്ദേഹം ചതിക്കില്ല എന്ന് നാട്ടുകാർക്ക് ബോധ്യമുണ്ട്. ചിരിക്കില്ലെങ്കിലും ചതിക്കില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ അധികാരദണ്ഡുപയോഗിച്ച് അക്രമത്തിൻ്റെ കൊടുമുടി കയറി നിൽക്കുന്ന മോഡിയുടെ ഫാസിസത്തിനെതിരായി ജനകീയ രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ കാതലും കുന്തമുനയും ഉയർത്തിപ്പിടിച്ച് സാധാരണ മനുഷ്യന്റെ പ്രശ്നങ്ങളെ മുൻനിർത്തി നിലപാടുകൾ സ്വീകരിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും. അതിന് പിണറായി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ നേതൃത്വം നൽകും എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് നേരത്തെ താങ്കൾ ഇവിടെ സൂചിപ്പിച്ച അഭൂതപൂർവമായ പിന്തുണ ദേശീയ രാഷ്ട്രീയത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത് എന്നാണ് ഞങ്ങൾ കരുതുന്നത്.
തീർച്ചയായും ശ്രീ ഭാസുരേന്ദ്ര ബാബുവും തുടങ്ങി വെച്ചത് അങ്ങനെയാണ്. ചില സാങ്കേതിക പ്രശ്നമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് ഇടപെടേണ്ടി വന്നത് ഇടയ്ക്ക്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, താങ്കൾക്ക് തുടരാം. അതായത് ഈ പിണറായി വിജയനിലേക്കും കേരളത്തിലേക്കും ഈ ഇടതുപക്ഷത്തിലേക്കും നോക്കുന്നത് കേവലം ഒരു വ്യക്തിയുടെ നട്ടല്ലോ ചങ്കുറപ്പോ മാത്രമല്ല, അത് ആ ആശയം നൽകുന്ന ഉൾക്കരുത്തിൻ്റെ ഭാഗമായി കൂടിയാണോ? അത്തരത്തിൽ ശ്രീ പി കെ പ്രേംനാഥ് പറഞ്ഞു, ആ ആശയത്തിൻ്റെ പരിസരം എത്ര കണ്ട് ശക്തമാണ് ഇന്ത്യയുടെ സാഹചര്യങ്ങളെ നേരിടാൻ. കാന്താരി പോലെ അത് ചെറുതു മതി എന്നായിരുന്നു താങ്കൾ പറഞ്ഞു വന്നത്. തുടരാം. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ നമ്മുടെ കോടതിയെ ഇപ്പോൾ അതുകൊണ്ട് അതിൽ തട്ടി നിൽക്കേണ്ട, അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ മുഴുവൻ അതൊരു ഡിഫൻസ് ആകില്ല എന്ന് ഞാൻ പറയുകയാണ്. അല്ലെ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. 1960 നിയമം, 2017 ചട്ടം, ഇത് തമ്മിൽ പേരൻ്റലായിരിക്കുന്ന നിയമത്തിനെതിരെ ചട്ടം വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിന് നിലനിൽപ്പില്ലാതെ പോകുന്നത്. പിന്നെ സംസ്ഥാനത്തിന് അതിൻ്റെ നിയമം ഉണ്ടാക്കാവുന്ന ഒരു വിഷയവുമാണിത്. അതുകൊണ്ട് നിലനിൽക്കുകയില്ല എന്ന് ഞാൻ വാദിക്കുന്നില്ല. കാരണം അദ്ദേഹം കേരള ഹൈക്കോടതിയെക്കുറിച്ച് പറഞ്ഞു. മദ്രാസ് ഹൈക്കോടതി 1 മാസത്തേക്ക് തടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കേരള ഹൈക്കോടതി എന്തു പറഞ്ഞാലും എൻ്റെ ഗോപാലകൃഷ്ണ അത് നടക്കാൻ പോകുന്നില്ല, ആദ്യമേ തടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതേക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം 2 ഹൈക്കോടതികൾ 2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. മദ്രാസ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നത് കൊണ്ട് കേരള ഹൈക്കോടതി എന്തു പറഞ്ഞാലും ആദ്യം തടഞ്ഞത് അവരായതുകൊണ്ട് അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നിലനിൽക്കുമെന്ന സാമാന്യ നിയമമെങ്കിലും താങ്കൾക്ക് അറിയുമെന്ന് എനിക്ക് തോന്നുന്നു. പോട്ടെ, ഇനി നാം പരിശോധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. കേരളം വളരെ ചെറുതാണല്ലോ. ആ ചെറുത് വെച്ച് നിങ്ങൾ ഇതൊക്കെ എത്ര നിസ്സാരമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നാളെയും വരുന്നുണ്ടല്ലോ നിങ്ങളുടെ നേതാവ് കേരളം വളഞ്ഞു പിടിക്കാൻ. ആ സമയത്ത് ഇതാ ഈ കേരളം, കൊച്ചു കേരളം, അതിൻ്റെ മുന്നേറിയ അവസ്ഥയിൽ നിന്നുകൊണ്ട് വളരെ പ്രാകൃതമായ ആശയങ്ങളുടെ ശക്തി സ്വരൂപിച്ചിരിക്കുന്ന BJP, ആ BJPയെ വളരെ മാനുഷികമായ ആധുനികമായ ആശയങ്ങൾ വെച്ചുകൊണ്ട് നേരിട്ടത് കൊണ്ടാണ് സഖ്യനിപ്പുറത്ത് ഒറ്റയ്ക്കും തെറ്റയ്ക്കുമുള്ള ആളുകളായി നിങ്ങളത് പതിച്ചത്. എത്രയോ നാൾ പ്രവർത്തിച്ചു, 60 വർഷം പ്രവർത്തിച്ചില്ലേ കേരളത്തിൽ, എന്നിട്ട് ഇങ്ങനെയല്ലേ ഉണ്ടായുള്ളൂ. അത് എന്നാൽ ഡൽഹിയിൽ അങ്ങനെയല്ലല്ലോ എന്ന് പറയുമ്പം കേരളത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കണം. എല്ലാ ചർച്ചകളിലും നിരുപാധികമായി നിങ്ങൾ അപമാനിക്കപ്പെടുന്നത് നിങ്ങളുടെ ആശയം പിന്നാക്കമായിരിക്കുന്നത് കൊണ്ടാണ്. അത് പരിഹരിക്കാതെ ശബ്ദമിട്ടിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴിതാ ഞങ്ങൾ ഒരു പടി കൂടി കടന്നു പറയുന്നു. കേരള മുഖ്യമന്ത്രിയെക്കുറിച്ച് കർണാടകക്കാരൻ പറഞ്ഞത്, ഇതുപോലെ എല്ലുറപ്പുള്ളൊരു മുഖ്യമന്ത്രി ഞങ്ങളുടെ സംസ്ഥാനത്തിന് ഇല്ലാതായിപ്പോയല്ലോ എന്ന് പരിദേവനം നടത്തുന്നു. തമിഴ്നാട്ടുകാരൻ പറയുന്നു, ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയേ ഇല്ല, പ്രിയപ്പെട്ട പിണറായി വിജയൻ നിങ്ങളുടെ സംസ്ഥാനത്തോട് ഞങ്ങളുടെ സംസ്ഥാനത്തെ കൂട്ടിച്ചേർക്കൂ എന്ന് പറയുന്നു. ഇത് പറയുന്നത് മീമുകളും ട്രോളുകളുമാണ്, അല്ലാതെ നമ്മളാരും ഉണ്ടാക്കിയ പതാകയും മുദ്രാവാക്യവും ഒന്നുമല്ല. ആ അർത്ഥത്തിൽ വരുന്നതിന് ഒറ്റ കാരണം, ബീഫിനെ സംബന്ധിച്ച് മറ്റ് മുഖ്യമന്ത്രിമാർ നിശബ്ദരായിരുന്നപ്പോൾ അദ്ദേഹം ഇവിടെ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് സംസാരിച്ചു. മുഖ്യമന്ത്രിമാരുടെ മുഖ്യമന്ത്രിയായി അദ്ദേഹം മാറി. അതുവഴി കേരളത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കടന്ന്, സഖ്യനപ്പുറത്തേക്ക് കടന്ന് കേരളത്തിൻ്റെ ഈ കൊച്ചു കേരളത്തിൻ്റെ, നിങ്ങൾ പറയുമല്ലോ കൊച്ചിടതുപക്ഷം, അതിൻ്റെ പ്രത്യയശാസ്ത്ര നിർവഹണത്തിലേക്ക് പോകുന്നു മിസ്റ്റർ ഗോപാലകൃഷ്ണൻ. ആ അർത്ഥത്തിൽ അതിനെ കാണുമ്പോൾ നിങ്ങൾ ഈ കേരളത്തിലെ ഹൈക്കോടതിയെക്കുറിച്ച് സംസാരിച്ച് ഇന്നത്തെ സമയം കളയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ തരം താഴുമെന്നും ഞാൻ കരുതുന്നില്ല. തീർച്ചയായും. ശ്രീ GV ഹരി, പശുക്കുട്ടിയുടെ രക്തത്തിൽ കൈപതിച്ച കൈപ്പത്തി, നുകം വച്ച കാളയും കാളക്കുട്ടിയും പശുവുമുള്ള ചിഹ്നങ്ങളുമായി ഒരുപാട് മതിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒടുവിലെത്തി നിൽക്കുന്നത് പശുക്കുട്ടിയുടെ ചോരയിൽ കൈപ്പത്തി പതിക്കുന്ന ഗതികേടിലേക്കാണ്. ഇത് നിരീക്ഷിച്ചത് ശ്രീ B ഗോപാലകൃഷ്ണനാണ്. തീർച്ചയായും രാജസ്ഥാൻ ഹൈക്കോടതി പോലും ഇന്ന് പറഞ്ഞിരിക്കുന്നു ദേശീയ മൃഗമാക്കണം പശുവിനെ എന്ന്. ഒരുപക്ഷേ അത് ഗോപാലകൃഷ്ണന് ഊർജം ആകാൻ ഉതകുന്നതല്ല എങ്കിൽ പോലും പോഷകാഹാരക്കുറവുമായി ബന്ധപ്പെട്ട് പശുക്കൾ ചത്തതിലെ ഒരു ഹർജിയിലാണ് അങ്ങനെ പറഞ്ഞത്. കോടതികൾക്ക് അത്തരത്തിൽ വ്യക്തിപരമായ പരിപ്രേക്ഷ്യങ്ങളൊക്കെ ഉൾച്ചേരാം. പക്ഷേ നിയമവും നിയമത്തിൻ്റെ സാധുതകളും എത്തുമ്പോൾ അത് മറ്റൊന്നാകും. കോൺഗ്രസ്സിന് നേരെ വന്ന ചോദ്യത്തിൻ്റെ മറുപടി ശ്രീ GV ഹരി. അതൊരൊറ്റപ്പെട്ട സംഭവമാണ്. ഞങ്ങൾ അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അത് ചെയ്ത യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇന്ന് പാർട്ടിയിലേ ഇല്ല എന്നുള്ളത്. അത് ശ്രീ ബഹുമാനായ AICC വൈസ് പ്രസിഡന്റ്, ഞങ്ങളുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ അതിനെ അപലപിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. ഞങ്ങൾ ആ ഒരു തലത്തിലുള്ള പ്രവർത്തനം ഈ രാജ്യത്ത് കോൺഗ്രസ് രൂപീകരിച്ചത് മുതൽ ഞങ്ങൾ ഇവരല്ല. അതുകൊണ്ട് തന്നെ അഹിംസാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അതിനുവേണ്ടി അതിൻ്റെ പ്രചരണം നടത്തുകയും ചെയ്യുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തകരിൽ നിന്ന് അത്തരത്തിൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതിനെ ഞങ്ങൾ വീണ്ടും അപലപിക്കുകയാണ്. ബഹുമാനായ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പക്ഷേ
ഈ മനുഷ്യനേക്കാൾ കൂടുതൽ പശുക്കുട്ടി അത് കൊന്നത് അല്ലെങ്കിൽ അതിനെ അറുത്തതാണ് ഏറ്റവും കൂടുതൽ സങ്കടകരമായിട്ട്. ഈ രാജ്യത്ത് കണ്ണൂരിൽ എത്രയോ പ്രവർത്തകരെ, ഗുജറാത്തിൽ എത്രയോ പ്രവർത്തകരെ ഇതിൻ്റെ പേരിൽ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കി വലിച്ചിഴച്ച ആളുകളാണ് ഇപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പരിതപിക്കുന്നത്. എനിക്കത് സങ്കടമുണ്ട്. അങ്ങനെ അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ സങ്കടമുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പറയുന്നത് ഒരു ഒരു മുതലക്കണ്ണീർ മാത്രമാണ്. അത് പ്രചരണത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. ഈ രാജ്യത്ത് കന്നുകാലി എന്ന് പറയുന്നതിൽ പശു എന്തുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു? കന്നുകാലി എന്ന് പറയുന്നത് പശു മാത്രമല്ലല്ലോ, വേറെ പലതുമുണ്ട്. അപ്പോൾ പശു അങ്ങനെ അത്രയും താല്പര്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതി പറയുന്നു പശുവിനെ നമ്മുടെ ദേശീയ മൃഗമാക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു സാധ്യത മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ ഒരു പരിഗണന കൊടുക്കുന്നില്ല? ഞാൻ മനസ്സിലാക്കുന്ന ഇതൊന്നുമല്ല താല്പര്യം. ഇവിടെ ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും 10-40,000, ഞാൻ മനസ്സിലാക്കുന്ന ഒരു 60,000 കോടി രൂപ രാജ്യത്തിന് ലഭിക്കുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയാണ് എക്സ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിൽ ഹിന്ദുക്കളുണ്ട്, മുസൽമാന്മാരുണ്ട്. പക്ഷേ അതിനകത്ത് സാധാരണക്കാരായിട്ടുള്ള കർഷകർ, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അറവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, തുകൽ വ്യവസായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഞാൻ തുറന്നു പറയുകയാണ്, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളാണ്. നിങ്ങൾ തിരുവനന്തപുരത്തെ പാളയം ചന്തയിലേക്ക് ചെന്ന് നോക്കണം. അവിടെ ഇറച്ചി വെട്ടുകാരായിട്ട് എത്ര ഹിന്ദുക്കളുണ്ട്? അവിടെ ഏറ്റവും കൂടുതലായി ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് മുസ്ലിം സഹോദരങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ വളരെ വ്യക്തമായ ഒരു അജണ്ട BJPക്കുണ്ട്. അതിനകത്തേക്ക് പറയുന്ന അവരുടെ RSSന്റെ സംഘപരിവാർ അജണ്ടയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു രാഷ്ട്രീയം, അവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ ജീവിത വരുമാനത്തെ മുട്ടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അത് നമ്മൾ കാണാതെ പോകുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ, ജീവിത പ്രശ്നങ്ങളിലടക്കം ഇതിന് വലിയ പ്രതിഫലനം ഉണ്ടാവും. ഈ ഉത്തരവിന് വലിയൊരു പ്രതിഫലനം ഉണ്ടാവും. പക്ഷെ നമുക്ക് ആശ്വാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞതുപോലെ, നേരത്തെ വാസുദേന്ദ്രബാബു സാർ സൂചിപ്പിച്ചതുപോലെ, കേരളത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ നടക്കുകയില്ല. കാരണം അത് നമ്മളെല്ലാവരും ചിന്തിക്കുകയും സാക്ഷരതയുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ എന്ന നിലയിൽ പല കാര്യങ്ങളും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചിന്തിക്കും. ദിവസത്തിലൂടെ സാധാരണക്കാരൻ ആരംഭിക്കുന്നത്, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്ന ഒരു പത്രം വായിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ സജീവമായി ഇടപെടുകയും സാമൂഹ്യപരമായിട്ടുള്ള മുന്നേറ്റങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യുന്ന ജനങ്ങളുടെ മുമ്പിൽ ഇത് നടപ്പാവില്ല. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് 10-13 സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്നുണ്ടെന്നുള്ളതാണ്. എന്താണ് അവിടുത്തെ അവസ്ഥ? അവിടെ ഇതാണ് പ്രശ്നം. ഇതിൻ്റെ പേരിൽ എത്ര പേര് മരിക്കുന്നു, എത്ര പേരെ ചുട്ടുകൊല്ലുന്നു എന്നൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായി നേരത്തെ വാസുദേന്ദ്രബാബു സാർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ 10-60 വർഷക്കാലമായി ഈ ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പാക്കി അതിലൂടെ അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളത് ഇതുവരെയും BJPക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മതേതരത്വ വിശ്വാസം പുലർത്തുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതോടൊപ്പം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എന്തായാലും കേരളത്തിൽ നടപ്പാക്കാൻ അടുത്ത ദിവസങ്ങളിൽ അമിത്ഷാ അടക്കം വരാൻ പോകുന്നു. BJP കേരളത്തെ പിടിക്കാനായി ഉയരുമ്പോൾ അല്ലെങ്കിൽ വളർന്ന് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇതാ കേരളത്തിൽ നിന്ന് അവരുടെ കയ്യിലുള്ളത് തന്നെ ഇങ്ങോട്ടേക്ക് പിടിക്കാൻ ഇന്നാ പിടിച്ചോ എന്ന രീതിയിലേക്ക് ഒരു രാഷ്ട്രീയം ഉയരുന്നു എന്നത് നിസ്സാരമല്ല. അങ്ങനെയാണെങ്കിൽ കാവ്യയ്ക്ക് ബദലായി ആ കാവ്യനീതി ഉയർത്തുന്നത് പിണറായിയും CPIM-ഉം ഇടതുപക്ഷവും എന്നതും യാദർശികവുമല്ല. തീർച്ചയായും കേരളത്തിലെ BJPയുടെ സാന്നിധ്യം സംബന്ധിച്ച് പഠിക്കാം, പരിശോധിക്കാം. തീർച്ചയായും ശ്രീ B. ഗോപാലകൃഷ്ണൻ, താങ്കൾക്ക് കൂടുതൽ സമയം നൽകേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ പാനലിലുള്ള 3 പേരും താങ്കൾക്ക് എതിരെ കൃത്യമായി വിവിധ പരിപ്രേക്ഷ്യങ്ങളിലാണെങ്കിൽ പോലും രാഷ്ട്രീയം നിരത്തുന്നു എന്നതുകൊണ്ട് അതുകൊണ്ട് താങ്കൾക്ക് പറയാം. ഇവിടെ കാണേണ്ട ഒരു കാര്യം കൂടി ഞാൻ മുമ്പോട്ട് വെക്കുന്നു. അമിത്ഷാ അടക്കമുള്ളവർ കേരളത്തിലേക്ക് എത്തുന്നത് തീർച്ചയായും അത്തരത്തിൽ BJPക്ക് ഒരു ലാക്കുണ്ട്. അത് ജനാധിപത്യപരമായ ലാക്ക് തന്നെയാണ്. ആ ഉദ്ദേശത്തിന് തിരിച്ചു ബദലായി ബാക്കിയുള്ളവരെ ചേർത്ത് BJPയെയും സംഘപരിവാർ രാഷ്ട്രീയത്തെയും നേരിടാൻ കരുത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി നേടുന്നു എന്നത് അത് വ്യക്താധിഷ്ഠിതമല്ല, മറിച്ച് ആ ആശയത്തോടുള്ള സമരവീര്യത്തിൻ്റെ സഹവർത്തിത്വം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഭീഷണിയല്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ? അജിംസ, ഞാൻ അങ്ങനെ നമ്മുടെ പ്രേംനാഥിൽ നിന്ന് തുടങ്ങാം. പിണറായി വിജയൻ ചിരിക്കില്ല പക്ഷെ ചതിക്കില്ല എന്ന് പറഞ്ഞു. പിണറായി വിജയൻ ചിരിക്കുകയുമില്ല, എന്നാൽ ചതി മാത്രമേ ചെയ്യുള്ളൂ എന്ന് കേരളത്തിലെ വീട്ടമ്മമാർ, ഏറ്റവും നല്ല വീട്ടമ്മ, CPM-ന് വേണ്ടി മാത്രം പ്രവർത്തിച്ച ജിഷ്ണു പ്രണോയിയുടെ അമ്മയോട് ചോദിച്ചാൽ പിണറായി വിജയൻ ചതിച്ചോ ചതിച്ചില്ലയോ എന്ന് വളരെ കൃത്യമായ ഉത്തരം കിട്ടും. പിന്നെ സെൻകുമാറിനോട് ചോദിക്കാം. പിന്നെ ധാരാളം ആളുകളുണ്ട്. എനിക്ക് നേരമില്ലാത്തത് കൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അദ്ദേഹം പറഞ്ഞ കുറേ ഉപമകൾ പറഞ്ഞു. ഒരു തുള്ളി ചോര പൊടിയാതെ പാവപ്പെട്ട ആളുകളെ എങ്ങനെ കൊല്ലാം എന്നുള്ളതും, ഒരു തുള്ളി ചോര മാത്രമല്ല ഒരു തെളിവുമില്ലാതെ
എത്ര പേരെയും വേണമെങ്കിൽ കൊന്നൊടുക്കാമെന്നെല്ലാം വളരെ കൃത്യമായ കാര്യങ്ങൾ അറിയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഫാസിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് അജിംസ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ഫാസിസത്തിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ ഉത്തരം ചോദിക്കേണ്ടത് പ്രേംനാഥിനോടാണ്, എന്നോടല്ല. കാരണം ഞങ്ങൾ ഫാസിസ്റ്റ് പാർട്ടിയല്ല. മാത്രമല്ല, ഫാസിസത്തോട് ലോകത്തിൽ ആരെങ്കിലും സന്ധി ചേർന്നിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പിന്നെ സുരേന്ദ്ര ബാബു എൻ്റെ വളരെ ബഹുമാന്യനായ വ്യക്തിയാണ്. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് 9 ലക്ഷത്തിൽ നിന്ന് 31 ലക്ഷമായിട്ട് കേരളത്തിലെ വോട്ട് മാറി. ഞങ്ങൾ വളഞ്ഞു പിടിച്ചു ബംഗാൾ, ഞങ്ങൾ വളഞ്ഞു പിടിക്കാൻ പോകുന്നു ത്രിപുര. സംശയമില്ല, സഹ്യപർവ്വതത്തിന് ഇപ്പുറം നിങ്ങൾ എന്ത് ഉരുക്കു കോട്ട വെച്ചാലും അത് പൊളിച്ചടക്കി ഞങ്ങൾ കാവ്യവൽക്കരിക്കും കേരള. അതിനകത്ത് ഒരു സംശയവുമില്ല. അതിനുവേണ്ടി നിങ്ങൾ രണ്ടുപേരും പശുക്കുട്ടിയല്ല, ബീഫല്ല, പോത്തല്ല, സകല സാധനം കൊണ്ടുവന്നാലും ശരി, കേരളം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അടുക്കാൻ പോകുക. കാരണം എന്നും ഞങ്ങൾ ശരിയുടെ ഭാഗത്താ. കേവലം ഒരു വാക്കുകൾ കൊണ്ട് അത് പറയാതെ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള എന്തെങ്കിലും രാഷ്ട്രീയം അല്ലെങ്കിൽ എന്തെങ്കിലും തത്വം അല്ലെങ്കിൽ എന്തെങ്കിലും അടിത്തറ ആ വിഷയത്തിലുണ്ടോ? നോക്കൂ, അമിത്ഷാ അടക്കം വരാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ തമിഴ്നാട്, കർണാടക രാജ്യത്തിന്റെ വിവിധ മുഖ്യമന്ത്രിമാരെത്തൂ, സമ്മേളിക്കൂ ഈ ഫെഡറലിസത്തിനെതിരായ പ്രവർത്തനത്തിൽ. അതിനോട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ട്വീറ്റുകളുടെ പ്രവാഹം പിണറായിയെ ആശംസിച്ചും ശ്ലാഘിച്ചും. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ബദൽ രൂപപ്പെടാൻ പോകുന്നു. നിങ്ങൾ പിടിക്കാൻ വന്ന ആൾക്കാരുടെ കയ്യിലുള്ളത് പോലും പിടിക്കാൻ പ്രാപ്തമാകുന്നു എന്ന നിലയിലേക്ക് ഉയരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ശ്രീ ഗോപാലകൃഷ്ണൻ കേവലം വാക്കുകളല്ലാതെ പറയൂ മറുപടി. അതിന് സുരേന്ദ്ര ബാബുവിനും പ്രേംനാഥിനും ഒക്കെ മറുപടി കൊടുക്കൂ. അജിംസെ, നിങ്ങൾ ഇടയിൽ കയറിയിട്ട് ഞാൻ സംസാരിക്കുന്നത് തടസ്സപ്പെടുത്തല്ലേ? ഒന്ന് സമാധാനമായിട്ട് ശാന്തമായിട്ടിരിക്കും. ഞാൻ പറയാമല്ലോ, ഞാൻ പറയട്ടെ. ഭാരതീയ ജനതാ പാർട്ടി സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു ദേശീയ പ്രസ്ഥാനമാണ്. ഒരു അഖിലേന്ത്യാ നേതാവിനെ പ്രസവിക്കാൻ കഴിയാത്ത വന്ധ്യയായി കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിണറായി വിജയൻ സൗത്ത് ഇന്ത്യയിൽ നേതാവുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. പക്ഷെ ഒരു പെട്ടി ഓട്ടോറിക്ഷ കയറ്റാവുന്ന ആളുകൾ ഇന്ന് കർണാടകയിലോ തമിഴ്നാട്ടിലോ ഈ പാർട്ടിയിൽ ഇല്ല. പിന്നെ എന്ത് പിണറായി വിജയൻ? അദ്ദേഹത്തിന് ഒരു എല്ല് കൂടുതലാ. സംഘ പ്രസ്ഥാനത്തോടും BJP-യോടും സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കതിന് വിരോധമില്ല. കാരണം കേരള മുഖ്യമന്ത്രിക്ക് ഒരു എല്ല് കൂടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. നമ്മുടെ ഈ ചർച്ച പിണറായി വിജയനല്ല. നമ്മുടെ ഈ ചർച്ച കന്നുകാലി വിജ്ഞാപനം. നേരത്തെ പ്രേംനാഥും സുരേന്ദ്ര ബാബു ഇപ്പൊ അജിംസും എല്ലാം പിണറായി വിജയനെ ശ്ലാഘിക്കുന്നു. എനിക്ക് ഒരു വിരോധവുമില്ല. പക്ഷെ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ഈ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, ഈ 34 വർഷം ഈ പ്രേംനാഥിന്റെയും സുരേന്ദ്ര ബാബുവിന്റെയും പാർട്ടി ബംഗാളിൽ ഭരിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും തരത്തില് ഈ മൃഗബലി നിർത്താൻ കഴിഞ്ഞോ? പുരോഗമനവാദികളാണ് നിങ്ങൾ. മൃഗബലി കാളിഘട്ടിൽ എന്നും വെട്ടുകയാ. ആ വെട്ടുന്നതിനെ നിർത്താൻ നിങ്ങൾക്ക് പറ്റിയോ? ഇല്ല. ഒരൊറ്റ നിരോധനം കൊണ്ട് ഞങ്ങൾ നിർത്തി മൃഗബലി ഇന്ത്യ മുഴുവൻ. 1. 2 എൻ്റെ സുഹൃത്ത് മിസ്റ്റർ ഹരി, അദ്ദേഹത്തോട് ചോദിക്കുന്നത് വളരെ സൗമ്യമായി ചോദിക്കുക. ഹരി, ഇപ്പോഴും നിങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആളുകളാ. സുരേന്ദ്ര ബാബു സ്വയം സമ്മതിച്ചു അദ്ദേഹം രാജ്യദ്രോഹിയാണെന്ന്. അദ്ദേഹത്തിന് സമ്മതിക്കാതിരിക്കാൻ വയ്യ. കാരണം 1925 മുതൽ 39-ലും 42-ലും 46-ലും 47-ലും 48-ലും 62-ലും 75-ലും ഏറ്റവും അവസാനം ഇപ്പോ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വരെ രാജ്യദ്രോഹത്തിന് വിരുദ്ധം. അതാണല്ലോ കോടിയേരി ബാലകൃഷ്ണൻ പാകിസ്ഥാന്റെ പട്ടാളത്തിന്റെ ഒപ്പം നിന്ന് സംസാരിച്ചത്, ഇന്ത്യൻ പട്ടാളക്കാരെ തെറി വിളിച്ചത്, ഇന്ത്യയുടെ സൈനികരെ അപമാനിച്ചത്. അപ്പൊ രാജ്യദ്രോഹത്തിന്റെ പാർട്ടിയാണെന്ന് സുരേന്ദ്ര ബാബു സ്വയം സമ്മതിച്ചു. പക്ഷെ മിസ്റ്റർ ഹരി, നിങ്ങളോട് ചോദിക്കാനുള്ളത്, കുറെ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ഭരിക്കുന്നില്ലേ? പോയി ഒരു ബീഫ് ഫെസ്റ്റ് അവിടെ നടത്തണോ? പോയി അവിടെ എൻ്റെ പ്രിയപ്പെട്ട ഹരി, നിങ്ങൾ പോയി ഒരു ബീഫ് ഫെസ്റ്റ് നടത്ത്. ഇല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് പറ ഗോവധം നിരോധിക്കാൻ. ഞങ്ങൾ ഗോവധം നിരോധിക്കുന്നതിന്റെ കാര്യം പറഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പട്ടാളക്കാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള അവകാശമില്ലേ? 1947 വരെ അജിംസെ 1947 വരെ ഇന്ത്യയിലെ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കീഴിലുണ്ടായിരുന്ന പട്ടാളം കഴിച്ചത് പശുമാംസമായിരുന്നു. 1947 നമ്മുടെ ബഹുമാനപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പശുവിനെയും നിരോധിച്ചു, പോത്തിനെയും നിരോധിച്ചു. പട്ടാളക്കാർക്ക് പശുവില്ല, പോത്തുമില്ല. ഹരി, നിങ്ങളുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, നിങ്ങളുടെ പാർട്ടിയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് നിരോധിച്ചത്. സൈന്യത്തിന് അത് ഇന്നുമില്ല. ആടും കോഴിയേ ഉള്ളൂ, അവിടെ ബീഫില്ല. BJP ആണോ നിരോധിച്ചത്? പശുവിനെ നിരോധിച്ചത് BJP ആണോ? നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ
രാഷ്ട്രതന്ത്രം പുസ്തകമെടുത്ത് വായിക്കണം. ആരാണ് പശു, എന്താണ് പശു എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷെ പ്രശ്നം വെറുതെ കാടടച്ച് വെടിവെച്ചിട്ട് ഒരു കാര്യവുമില്ല. ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് എതിരായിട്ട് ഇറച്ചി കച്ചവടക്കാർ മുഴുവൻ മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരാ. എൻ്റെ പൊന്ന് ഹരി, മുസ്ലിം ഭൂരിപക്ഷമുള്ള ദാദ്രിയിലടക്കം BJP ജയിച്ചു. കേരളത്തില് കണ്ടില്ലേ നിങ്ങൾ, മുസ്ലിം ലീഗിന്റെ വനിത, ആ വനിത BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. കേരളത്തിലെ മുസ്ലിം സമൂഹം BJPയോടൊപ്പം വരാൻ പോകുന്നു. ഇവിടൊക്കെ തകരാൻ പോകുന്നത് ആരാന്നറിയോ? നിങ്ങൾ രണ്ടുപേരും ഒന്നായിക്കോളൂ. കേരള ഹൈക്കോർട്ട് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ കേരള ഹൈക്കോർട്ടിനേക്കാൾ വലുതാ. എന്ത് ജനാധിപത്യം സുരേന്ദ്രബാബു, നിങ്ങളുടെ ജനാധിപത്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതി പോ. അല്ലാതെ നിങ്ങൾ ഇവിടെ തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും മുഖ്യമന്ത്രിമാർ BJPക്കെതിരാ. പക്ഷെ ജനങ്ങൾ BJPക്കെതിരല്ല. ഞങ്ങൾ അടുത്ത 2019 കാണിക്കാം എന്താ സംഭവം വരാൻ പോകുന്നെന്ന്. ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ ആളെ കയറ്റാനില്ലാത്ത CPM ആരെ വിളിച്ചു കൂട്ടിയാ ഞങ്ങൾക്ക് ഒരു മറുപടി പറയാം. ഒരുപക്ഷേ നിങ്ങൾ പ്രത്യയശാസ്ത്ര നിർവഹണത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒരുപാട് വിഷയത്തെ സംബന്ധിച്ച് ആണോ ശ്രീ ഗോപാലകൃഷ്ണൻ ഉയർത്തിയത്? മറുപടി. ഗോപാലകൃഷ്ണൻ കഥകളി കാണുന്നതിനു പകരം കഥകളിക്കാരൻ്റെ കിരീടത്തിലെ തൊങ്ങലെണ്ണി കളിക്കുന്ന മന്ദബുദ്ധിയുടെ നിലവാരത്തിലേക്ക് തരം താഴരുത്. പെട്ടി ഓട്ടോറിക്ഷയിൽ കയറ്റാനേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളൂ എന്ന് ആശ്വാസം കൊള്ളുന്ന ഗോപാലകൃഷ്ണൻ്റെ പാർട്ടിയും അവരുടെ കിങ്കരന്മാരുമാണ് CPIMൻ്റെ നേതാക്കളായ സഖാവ് കോടിയേരിയെയും പിണറായിയെയും സഖാവ് സീതാറാം യെച്ചൂരിയെയും ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു തെരുവോരത്തും പ്രസംഗിക്കാൻ സമ്മതിക്കില്ലെന്ന് ഗീർവാണം മുഴക്കേണ്ട അവസ്ഥയുണ്ടായത്. ചെറിയ പാർട്ടിയാണെങ്കിലും ഇന്ത്യ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ RSSൻ്റെ അസുരവിത്തുകളാൽ 6-ലധികം തവണ ആക്രമിക്കപ്പെട്ട ഒരു പാർട്ടി ആഫീസേ ഉള്ളൂ. അതിൻ്റെ പേര് AKG ഭവൻ എന്നാണ്. അതിനു മുകളിൽ പാറിക്കൊണ്ടിരിക്കുന്ന കൊടിയുടെ നിറം ചുവപ്പാണ്. എത്രമേൽ ഇന്ത്യയിലെ രാഷ്ട്രീയ നിലപാടുകളിൽ CPIM ഇടതുപക്ഷ പ്രസ്ഥാനം സക്രിയവും സചേതനവുമായി സുധീരമായി ഇടപെടുന്നു എന്നതിൻ്റെ സൂചകങ്ങളാണ് അതെന്ന് അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ ഇടതുപക്ഷം തിരിച്ചറിയുകയാണ്. അതിൻ്റെ മേലെ വേറെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒറ്റക്കാരോടി പറയാം, പ്രത്യയശാസ്ത്ര നിലപാടുതറകളാൽ സംബന്ധിച്ചാണ് ചർച്ചയെങ്കിൽ വിളക്കി ചേർക്കാൻ കഴിയാത്ത വിള്ളലുകളാൽ സമൃദ്ധമാണ് RSSൻ്റെ പ്രത്യയശാസ്ത്ര നിലപാടുതറ. മുസ്ലിം ലീഗിൻ്റെ മഹിളാ വിഭാഗം നേതാവ് ഖമറുന്നീസ അൻവറിനെ RSSൻ്റെ അണിയിലേക്ക് ചേർത്തുപിടിച്ചു എന്ന് ആഹ്ലാദത്തോടെ വിശദീകരിക്കുന്ന ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ആചാര്യസ്ഥാനീയനായ നേതാക്കന്മാരെഴുതിയ വിചാരധാരയിൽ മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞ വാചകമുണ്ട്. നാം വിശ്വസിക്കുന്ന എന്തിനേയും അവർ എതിർക്കുന്നു. നാം ക്ഷേത്രങ്ങളിൽ രഥോത്സവങ്ങളും ഭജനയും നടത്തിയാൽ അവർ രോഷാകുലരാകുന്നു. നാം പശുവെ പൂജിക്കുമ്പോൾ അവരതിനെ കൊന്നു തിന്നുന്നു. നാം സ്ത്രീയെ പരിപാവനമായ മാതൃത്വത്തിൻ്റെ പ്രതീകമായി വാഴ്ത്തുമ്പോൾ ഈ മുഠാളന്മാർ മുസ്ലിങ്ങൾക്ക് അതിനെ കൊന്നു തിന്നുന്നതിലാണ് ഇഷ്ടം. ഇങ്ങനെ മുസ്ലിങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തിയ RSSൻ്റെ വിചാരധാരയിൽ കാലമർത്തി ചവിട്ടി നിന്നുകൊണ്ട് ഖമറുന്നീസ അൻവറിനെ പോലെയുള്ള മുസ്ലിം ലീഗിൻ്റെ മഹിളാ വിഭാഗം നേതാവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനുള്ള രാഷ്ട്രീയ കൗശലത്തിന് മുന്നിൽ നല്ല നമസ്കാരം പറയുകയല്ലാതെ വേറെ മാർഗമില്ല. മുസ്ലിങ്ങളെ ഇങ്ങനെ വിശദീകരിച്ച RSSൻ്റെ നേതാവ് ചായക്കടക്കാരിൽ നിന്നും രാഷ്ട്ര നേതാവായി വളർന്ന മോഡിയുടെ ഗവൺമെന്റിൽ മുസ്ലിം മന്ത്രിമാരുണ്ട്. വാജ്പേയിയുടെ മന്ത്രിസഭയിൽ മുഷ്താഖ് അബ്ബാസ് അലി നഖ്വി, മുഹമ്മദ് സിക്കന്ദർ ബക്ത്, സയ്യിദ് ഷാനവാസ് ഹുസൈൻ 3 മുസ്ലിം മന്ത്രിമാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏറെക്കാലം ശശികല വർത്തമാനം പറഞ്ഞതെന്ന ഹജ്ജ് സബ്സിഡി വിഷയത്തിൽ 50 കാശ് പോലും 9 കൊല്ലം ഭരിച്ചിട്ടും RSSന് ചുരുക്കിക്കെട്ടാൻ കഴിയാതിരുന്നത് എന്ന വസ്തുതയെല്ലാം നിൽക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഗോപാലകൃഷ്ണന് ശ്വാസതടസ്സത്തിൻ്റെ അസുഖമൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം സുരേന്ദ്രബാബു എന്ന് അർദ്ധോക്തിയിൽ അവസരം നൽകി പരമപുച്ഛത്തോടെ പരിഹാസ ചവി കലർത്തി സംസാരിക്കുന്നത് മലയാളത്തിൻ്റെ ഉയർന്ന രാഷ്ട്രീയ ബോധത്തിന് ചേരുന്നതല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ചെയ്യരുത് എന്ന് അദ്ദേഹത്തോട് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. അങ്ങനെ ഇനി ചെയ്യില്ല എന്ന് ഞാൻ വിനീതമായി വിചാരിക്കുന്നു. പണ്ട് ഭീമൻ നായരും സുകുമാർ അഴീക്കോട് സാറും ഒരു വേദിയിൽ വെച്ച് തർക്കിച്ചതിനെക്കുറിച്ചൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. സുകുമാർ അഴീക്കോടൻ എന്ന് ഭീമൻ നായർ അദ്ദേഹത്തെ സ്വാഗത പ്രസംഗത്തിൽ പരാമർശിച്ചപ്പം മറുപടി പ്രസംഗത്തിൽ സുകുമാർ അഴീക്കോട് പറഞ്ഞു, സുകുമാർ അഴീക്കോടൻ എന്ന് ഒരു ചില്ലക്ഷരം എൻ്റെ പേരിൻ്റെ അവസാനം ചേർത്തു ഭീമൻ നായർ.
ബഹുമാനപ്പെട്ട ഭീമൻ നായർക്ക് അതിനുള്ള അവകാശം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഭീമൻ നായർ എന്ന പേരിലെ അവസാനത്തെ ചില്ലക്ഷരം എടുത്തു കളയാൻ എനിക്കും അദ്ദേഹം അവസരം തരണം എന്ന്. ഭീമൻ നായരിൽ നിന്നും അവസാനത്തെ ചില്ലക്ഷരം എടുത്തു കളഞ്ഞാൽ എങ്ങനെ വിളിക്കേണ്ടി വരുമെന്ന് ഭീമൻ നായർക്കും നന്നായി അറിയുന്നത് കൊണ്ട് അദ്ദേഹം അത് അവസാനിപ്പിച്ചതായാണ് പണ്ഡിതന്മാർ നമ്മോട് പറഞ്ഞു തന്ന കഥയിൽ എനിക്ക് മനസ്സിലായത്. അപ്പം ഭാ സുരേന്ദ്രബാബു എന്ന് അർദ്ധോക്തിയിൽ പരിഹാസച്ചവി കലർത്തി നടത്തുന്ന പരാമർശങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമല്ലെങ്കിൽ പോലും ചില ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്, ഈ അമ്പലത്തിൽ ഈ ഉത്സവത്തിന്, കാവിലെ ഉത്സവത്തിന് മുട്ടുന്ന നല്ല ശബ്ദത്തിലുള്ള ചെണ്ട കണ്ട് മാരാരോട് വലിയ കാശ് കൊടുത്തൊരു സായിപ്പ് അത് വാങ്ങിക്കൊണ്ടുപോയി ഇങ്ങനെ ശബ്ദം കേൾപ്പിക്കുന്ന ചെണ്ടയിൽ എന്താണ് അകത്തുള്ളത് എന്ന് നോക്കാൻ പേനക്കത്തി കൊണ്ട് തൊലി പൊളിച്ച ചരിത്രമുണ്ട്. ആ തൊലി പൊളിച്ച സായിപ്പ് ഉള്ളിലൊന്നും കാണാതെ ബേജാറായി നിന്നു എന്നതുപോലെയാണ്. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ ശബ്ദഘോഷങ്ങളെ കൊണ്ടും പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളെ പരിഹരിച്ചു കളയാമെന്ന വിഡ്ഢികളുടെ സ്വർഗത്തിലിരുന്ന് മനപ്പായസിന് വെള്ളം വെക്കരുത്, അത് ഇറക്കി വെക്കണമെന്നാണ് വിനയപൂർവ്വമായി ഞങ്ങളുടെ അഭ്യർത്ഥന, എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. ഇവിടെ ഇത് ആരോഗ്യശീലത്തെക്കുറിച്ചുള്ള ആശങ്കയല്ല, അധികാര രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ആകുലതകളാണ് RSSനെ ഈ കാലി നിരോധനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നേരത്തെ കോൺഗ്രസിന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ അടിയാള വിഭാഗത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പ്രധാനപ്പെട്ട ജീവിതോപാധിയായി ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ സ്വീകരിക്കുന്ന തുകൽ വ്യവസായത്തിന്റെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവിനെ ഇല്ലാതാക്കുന്നത് വഴി സവർണാധിപത്യത്തിന്റെ കൊടിക്കൂർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ സംസ്കാരത്തിന്റെ വൃത്തികേടിലേക്ക് വിട്ടുവീഴ്ചയില്ലാത്ത വിധം വീണുപോവുകയാണ് RSSന്റെ രാഷ്ട്രീയ സമീപനം. അത് മോഡിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ചെറിയ അക്ഷരത്തെറ്റല്ല, ആശയപ്പിശകല്ല, ആവേശത്തള്ളിച്ച കൊണ്ടുണ്ടായതല്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആചാര്യസ്ഥാനീയരായ നേതാക്കന്മാർ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ അടിവരയിട്ട് പ്രഖ്യാപിച്ച രാഷ്ട്രീയ നിലപാടുകൾ അധികാര ദണ്ടുപയോഗിച്ച് അനർഗളമായി നടപ്പാക്കാനുള്ള രാഷ്ട്രീയ ദുഷ്ടലാക്കിന്റെ പ്രതിഫലനമാണ് മോഡിയുടെ ഗവൺമെന്റ് ഈ കാര്യത്തിലെടുത്ത തീരുമാനം എന്ന് നാം തിരിച്ചറിയണം. ഞങ്ങൾ ഇടതുപക്ഷക്കാർ ഇത്തരം നിലപാടുകളെ സുധീരം, സുശക്തം, സുവ്യക്തം എതിർക്കുമെന്നതാണ് ഞങ്ങൾക്ക് വിനീതമായി സൂചിപ്പിക്കാനുള്ളത്. ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾക്ക് ഇനിയും ഞാൻ സമയം തരുന്നു, മറുപടി പറയാം. അജിംസെ, ഞാൻ ആദ്യം ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ബഹുമാന്യനായിട്ടുള്ള സുരേന്ദ്രബാബു, ഞാൻ എന്ന് പറഞ്ഞത് പ്രേംനാഥിന് എന്തോ തെറ്റിദ്ധരിക്കപ്പെട്ടു. ബഹുമാന്യനായ സുരേന്ദ്രബാബുമായിട്ട് ഒരു 25 ചർച്ചയിലെങ്കിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല അദ്ദേഹവുമായി ഞാൻ നേരിട്ട് സംസാരിക്കാറുള്ളതാണ്. ഒരിക്കലും ഈ ചർച്ചയിൽ, ഇത്രയും കാലത്തെ ചർച്ചയിലിടയിൽ ഒരുപക്ഷെ പ്രേംനാഥ് ഞാനുമായി ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കാം. അജിംസ് നിരവധി ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. എൻ്റെ കൂടെ ചർച്ച ചെയ്യുന്നവരെ ബഹുമാനിക്കുന്ന പാരമ്പര്യം മാത്രമേ എനിക്കുള്ളൂ. ആശയപരമായ സമരത്തിൽ എങ്ങനെ BJP പ്രതിരോധത്തിലാകുന്നു എന്നതുമായി ബന്ധപ്പെട്ട് നീങ്ങാം ഡയറക്റ്റായി. ഒരു മിനിറ്റ് സംസാരിച്ചോ. ഒരു മിനിറ്റ്. അത് സുരേന്ദ്രബാബുവിന് ഒരിക്കലും എന്നെ കുറിച്ച് അങ്ങനെ തോന്നുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് നല്ല പക്വതയുള്ള ആളാണ്, അദ്ദേഹം ബഹുമാന്യനാണ്, അദ്ദേഹം ഞാനുമായി ധാരാളം ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ആശയപരമായ അടിത്തറയിൽ നിന്ന് സംസാരിച്ചാൽ അജിംസെ, ഒരു 100 വർഷം, ഒരു നൂറ്റാണ്ട് മുഴുവൻ കൊണ്ടു നടന്ന പ്രസ്ഥാനത്തിന് ലോകത്തിൽ വിലയില്ലാതായിരിക്കുന്ന കാലഘട്ടമാണ് കമ്മ്യൂണിസം. അതുകൊണ്ട് ആശയമില്ലാത്ത പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസം മരിച്ചുപോയതാണ്, ലോകത്തിന്റെ ശവക്കല്ലറയിൽ അടക്കം ചെയ്തതാണ്. അതിൻ്റെ അടക്കം ചെയ്ത ആ ലോകത്തിന്റെ ശവക്കല്ലറയിൽ നിന്ന് അനാഥപ്രേതമായി ഇന്ന് കേരളത്തിൽ അലയുന്നു. അധികകാലം അനാഥപ്രേതമായി അലയാൻ കഴിയില്ല. അതിനെ പിടിച്ചുകെട്ടാൻ കാവിയുടെ ശക്തിയുണ്ട്, സംശയമില്ല. കേരളത്തിൽ ഞങ്ങൾ പിടിച്ചുകെട്ടും. അതോടെ ഇന്ത്യയിൽ അത് അസ്തമിക്കും. അതവിടെ കിടക്കട്ടെ. ഞാൻ നിങ്ങളോട് നേരത്തെ ചോദിച്ച ചോദ്യമുണ്ട്. ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കരുത് എൻ്റെ പ്രിയപ്പെട്ട പ്രേംനാഥ. താങ്കൾ നല്ല ഒരു കഥാപ്രസംഗക്കാരനെ പോലെ താങ്കൾ ഉപമകൾ പറയുന്നുണ്ട്. ഞാൻ കഥാപ്രസംഗം നടത്തുന്ന പരിശീലനം ഇല്ലാത്തതുകൊണ്ട് എനിക്കതറിയില്ല. പക്ഷെ ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിജ്ഞാപനത്തെ കുറിച്ചാണ് ചർച്ച വെച്ചത്. വിജ്ഞാപനം ഇല്ല, പിന്നെ പിണറായി വിജയനായി, പിന്നെ പാർട്ടിയായി. വിജ്ഞാപനം എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന വിഷയത്തെക്കുറിച്ചല്ലേ ചർച്ച. ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് മാടിനെ വെട്ടണ്ട എന്ന് പറയുന്നില്ല, അതിനകത്ത് ഇറച്ചി കഴിക്കണ്ട എന്ന് പറയുന്നില്ല, അതിനകത്ത് ഗോവധ നിരോധനത്തെ കുറിച്ച് പറയുന്നില്ല, അവിടെ സ്ലോട്ടർ ഹൗസിനെ കുറിച്ച് പറയുന്നില്ല. അതാണ് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അതായത് വിൽക്കാനായി, അറവിനായി വിൽക്കാൻ കാലിച്ചന്തകൾ ഉപയോഗിക്കില്ല എന്ന് പറയുമ്പോൾ അത് പാവപ്പെട്ട കർഷകരെയാണ് ബാധിക്കുന്നത്. മറിച്ച് ഫാം ഹൗസുകളിൽ വലിയ രീതിയിൽ ചെയ്യുന്ന പതഞ്ജലിക്കോ അദാനിക്കോ അംബാനിക്കോ ആ പ്രശ്നമില്ല, അവർ വെട്ടി പാക്കറ്റിലാക്കി വിൽക്കും. താങ്കൾ അത് തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല. തീർച്ചയായും ശ്രീ GV ഹരി, അങ്ങനെയാണെങ്കിൽ
തീർച്ചയായും ആ പ്രത്യയശാസ്ത്രത്തിന്റെ ശ്രീ ഗോപാലകൃഷ്ണൻ എത്താം. താങ്കൾക്ക് ഒരുപാട് സമയം അധികം തന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു മിനിറ്റ് ഒരേ ഒരു വരി പറഞ്ഞോളൂ. ഒരേ ഒരു വരി, വേറൊന്നുമല്ല. അതായത് നിങ്ങൾ ഇപ്പൊ പറയുന്നത് തെറ്റാണ്, നിങ്ങളാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. കേരളത്തിലെ ഗ്രാമീണ കർഷകരുടെ കൈകളിലേക്ക് വാസ്തവത്തിൽ പശുവിനെയോ കാളയെയോ പോത്തിനെയോ പരിപാലിക്കാൻ കൊടുക്കണം, വളർത്താൻ കൊടുക്കണം, സബ്സിഡിയിൽ കൊടുക്കണം. ഗ്രാമീണര് അത് വളർത്തിയതിനു ശേഷം നേരെ കൊണ്ടുപോയിട്ട് സ്ലോട്ടർ ഹൗസിൽ കൊടുക്കും. അങ്ങനെയാണ് കേരളത്തിന്റെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള പോത്തിറച്ചി വിൽപ്പന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഞാൻ പറയുന്നത് ആദ്യം മനസ്സിലാക്കുക. കാളയായാലും പോത്തായാലും പശുവായാലും എങ്ങനെയാണ് KMM പ്രവർത്തിക്കുന്നത്? അത് പ്രവർത്തിക്കുന്നത് കോഴിക്കുഞ്ഞുങ്ങളെ വീടുകളിൽ കൊണ്ടുപോയി വിൽപ്പനക്ക് കൊടുക്കും, കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തും, അതിനെ വെട്ടാനാകുമ്പോൾ പച്ചക്കറിയും പഴവും അടക്കം ഒരുപാട് സാധനങ്ങൾ വിഷലിപ്തമായി വരുന്നു. അതിനെക്കുറിച്ചൊന്നും ഭക്ഷണ താല്പര്യമില്ല, ഈ ഇറച്ചിയെ കുറിച്ച് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് താങ്കൾ ന്യായീകരിക്കുന്നത് ശരിയല്ല. തീർച്ചയായും അതിന് എനിക്ക് ഇടപെടേണ്ടിയിരിക്കുന്നു ആ വസ്തുതാവിരുദ്ധയിൽ. തീർച്ചയായും ശ്രീ GV ഹരി, സമയപരിമിതി കൊണ്ട് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഈ ബദൽ രാഷ്ട്രീയത്തെ കോൺഗ്രസ് നോക്കിക്കാണുന്നതെന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രസക്തി എന്ത്? ഞാൻ ബഹുമാനായ ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പറയുന്നത് വളരെ ധാർഷ്ട്യത്തോടെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ വാക്കുകൾ. അദ്ദേഹത്തിന്റെ മാത്രമല്ല, BJPയുടെ ചർച്ചകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അവരെല്ലാം അമിത ആത്മവിശ്വാസത്തിലാണ്. 3 വർഷം ഈ രാജ്യം അവർ ഭരിച്ചപ്പോൾ അവർ പറയുന്ന വാക്കുകൾ ഞങ്ങൾ പിടിച്ചെടുക്കും, ഞങ്ങൾ വളഞ്ഞുകെട്ടും, ഇങ്ങനെയൊക്കെയുള്ള ഫാസിസ്റ്റ് വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അദ്ദേഹം ഇവിടെ നേരത്തെ ശ്രീ പ്രേംനാഥ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത് ആയതുകൊണ്ടായിരിക്കും ഭാസുരേന്ദ്രബാബു സാറിനൊക്കെ അങ്ങനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതിനകത്ത് എനിക്ക് പറയാതില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇത് സാധാരണക്കാരൻ്റെ ഭക്ഷണമാണ്. അതാണ് നേരത്തെ ഞാനിവിടെ സൂചിപ്പിച്ചത്. സാധാരണക്കാരായിട്ടുള്ള ദളിതന്മാർ, ഈ രാജ്യത്തെ ദളിത് വർഗത്തിൽപ്പെട്ടിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ മാത്രമല്ല ദളിതന്മാരടക്കം ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്, തുകൽ വ്യവസായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതേ നേരത്തെ സൂചിപ്പിച്ചു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യൻ പട്ടാളത്തിന് ഇത് നിഷേധിച്ചു എന്ന്. ഇന്ത്യൻ പട്ടാളത്തിന് അതിനും മുകളിലുള്ള ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയപ്പോൾ. അതുകൊണ്ടാണ് ചിക്കൻ നൽകിയതേ ഇല്ല. ഭക്ഷണം അതല്ല ഞാൻ പറഞ്ഞത്, ഏറ്റവും മികച്ച ഭക്ഷണം കൊടുക്കാൻ കഴിയാം. എന്തിനാ ബീഫ് കൊടുക്കുന്നത്? ബീഫ് എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ഭക്ഷണം. നേരത്തെ അജിം സർ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ കുറച്ച് വില കൊടുത്ത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ വാങ്ങിക്കുക. അതൊന്നുമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയപ്പോൾ അദ്ദേഹം ആദ്യം ചിന്തിക്കുന്നത് അതിലും മുകളിലുള്ള ഭക്ഷണം കൊടുക്കാനുള്ള സാധ്യത. ഒരു കാര്യം ഞാൻ പൂർത്തീകരിച്ചോട്ടെ. അതുകൊണ്ട് ഈ സാധാരണക്കാരന്റെ ഭക്ഷണത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് BJP ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അവരുടെ ജോലിയോടുള്ള അവർ ഇടപെട്ട് നിൽക്കുന്ന ആ വ്യവസായത്തോടുള്ള കടന്നുകയറ്റമായിട്ടാണ്. അതുകൊണ്ട് ബഹളം വെച്ചതുകൊണ്ടോ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് ജവഹർലാൽ നെഹ്റു ഭക്ഷണം നിരോധിച്ചെന്നാണ് പറഞ്ഞത് പട്ടാളക്കാരുടെ. പക്ഷെ ഭക്ഷണമേ നൽകില്ല എന്നതിലേക്കാണ് പോയത്. എത്രയോ പട്ടാളക്കാർ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചാറ്റ് ചെയ്തു മോഡിയുടെ ഭരണകാലം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായും നേരത്തെ പ്രേംനാഥ് സൂചിപ്പിച്ചതുപോലെ സുകുമാർ അഴീക്കോട് പറഞ്ഞ ഒരു പ്രത്യുൽപ്പന്ന മതിത്വം താങ്കളിൽ നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വ്യക്തിപരമായതുകൊണ്ട് നമുക്ക് ആശയപരമായി കേന്ദ്രീകരിക്കാം. അതായത് മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ സംസ്ഥാനങ്ങളിലെ എല്ലാ മുഖ്യമന്ത്രിമാരെയും വിളിക്കുന്നു. കൃത്യമായൊരു നീക്കം, തണുപ്പിന് മേൽ വെച്ചിരിക്കുന്ന പാത്രത്തിൽ എങ്ങനെയാണോ തണുപ്പ് കയറുന്നത് അതുപോലെ കൃത്യമായ നീക്കം. അങ്ങനെയാണോ കേരള സർക്കാരിന്റെ? അത് ഞാൻ പറയുന്ന ഒരു പുതിയ സമീപനമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ വിളിച്ച് ചേർത്ത് സംസാരിക്കേണ്ട കോൺസ്റ്റിറ്റ്യൂഷണലായ യാതൊരു ബൈൻഡിങ്നെസ്സും അതാണ് മുഖ്യമന്ത്രിക്കില്ല, കേരള മുഖ്യമന്ത്രിക്കില്ല. മറിച്ച് അദ്ദേഹം വിളിച്ചു ചേർക്കുന്നത് കൃത്യമായി ഒരു വിഷയത്തെ മുൻനിർത്തിയാണ്. ആ വിഷയം എന്താണെന്ന് ഗോപാലകൃഷ്ണൻ പഠിക്കണം. ഞാൻ പറയുന്നത്, നിങ്ങൾ ശ്രീരാമനെ തരാമെന്ന് പറഞ്ഞു, നിങ്ങൾ വിജയിച്ചിട്ടുണ്ടാവും. ഗോമാതാവിനെ തരാമെന്ന് പറഞ്ഞു, ചിലയിടത്തൊക്കെ വിജയിച്ചിട്ടുണ്ടാവും. പക്ഷേ ഭക്ഷണം തരാമെന്നാണ് പറയേണ്ടത്. ഭക്ഷണം തരാമെന്ന് പറയണം. ബ്രെഡ് ആൻഡ് ബ്രെഡ്, വി വാണ്ട് ബ്രെഡ് എന്ന് പറഞ്ഞിട്ടല്ലേ ഒരു വിപ്ലവം തന്നെ ഉണ്ടായത്. ആഹാരമാണ് ഗോപാലകൃഷ്ണ മനുഷ്യർക്ക് ആവശ്യം. നിങ്ങൾ ദൈവങ്ങളെയും ഗോമാതാവിനെയും ഒന്നുമല്ല കൊടുക്കേണ്ടത്, ആഹാരം കൊടുക്കണം. ഞാനിത് പറയുന്നത് ഗോപാലകൃഷ്ണൻ്റെ കാര്യത്തിൽ താങ്കൾ ശ്രദ്ധിക്കേണ്ടത്, നാളെ അമിത്ഷാ വരുമ്പോൾ താങ്കൾ ആലോചിക്കേണ്ടത്, അത് ഭാസുരേന്ദ്ര പറഞ്ഞാലും ഇല്ലെങ്കിലും ആലോചിക്കേണ്ട ഒരു കാര്യം, BMS താങ്കൾക്ക് ഇഷ്ടപ്പെട്ട സംഘടനയാണല്ലോ. BMS കഴിഞ്ഞ ദേശീയ സമ്മേളനത്തിൽ എന്താണ് മോദിയോട് പറഞ്ഞതെന്ന് താങ്കൾക്കറിയാമല്ലോ. താങ്കൾ BMSകാരനാണെങ്കിൽ കൃത്യമായിട്ട് അറിയും. എന്താ പറഞ്ഞത്? നിങ്ങൾ മനുഷ്യരുടെ കാര്യങ്ങളൊന്ന് പരിശോധിക്കൂ. 3 വർഷമായല്ലോ ഈ കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി കൊടുത്ത് ഞങ്ങൾ മുഷിയുന്നു, നിങ്ങൾ ദയവായി മനുഷ്യരെ കുറിച്ചൊന്ന് ആലോചിക്കൂ എന്ന് പറഞ്ഞ് പിണങ്ങി നിൽക്കുകയാണ് BMS. അവർ പറയുന്നതെങ്കിലും ഗോപാലകൃഷ്ണൻ കേൾക്കണം, ഞങ്ങൾ പറയുന്നത് കേൾക്കണ്ട. അതുകൊണ്ട് പശുവിൻ്റെ ഇറച്ചി എന്ന് പറയുന്നത് സാധാരണ ഇന്ത്യക്കാരുടെ ഭക്ഷണമാണ്.
ആ ഭക്ഷണത്തെ മുൻനിർത്തി ഇന്ത്യയിൽ പുതിയൊരു സന്നാഹം രൂപം കൊള്ളുന്നു. തീർച്ചയായും. ആ സന്നാഹം രൂപം കൊള്ളുമ്പോൾ ഒരു കാര്യം ശ്രീ പ്രേംനാഥ് പറഞ്ഞതുമാതിരി ഒരു ശൂന്യച്ചെണ്ടയല്ല. നിങ്ങൾ എന്തു പറ്റുന്നു? എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്? ഭാരമില്ലാത്ത വണ്ടി വലിയ ശബ്ദത്തോടെ കടന്നു പോകും എന്ന മട്ടിൽ ലെനിൻ പറഞ്ഞതുമാതിരി ആണ് ചർച്ചാവേദികളിൽ നിങ്ങളുടെ ശബ്ദം. അതിന് ഭാരമുണ്ടാവണമെങ്കിൽ ആഹാരത്തെക്കുറിച്ച് ആലോചിക്കണം, മനുഷ്യനെക്കുറിച്ച് ആലോചിക്കണം. തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും അതിൻ്റെ ആശയങ്ങളും കെട്ടുപോയി എന്നതിന് മറുപടി ഭാസുരേന്ദ്ര ബാബുവിലുണ്ട്. പക്ഷേ ആ മറുപടി പറയാൻ പ്രേംനാഥിലേക്ക് പോകണം, ചോദിക്കണം എന്നുണ്ട്. പക്ഷേ സമയം അനുവദിക്കാത്തത് കൊണ്ട് തീർച്ചയായും ലാറ്റിൻ അമേരിക്കൻ ചരിത്രവും ക്യൂബയും ഒക്കെ ലോകത്ത് അമേരിക്കയിലടക്കം ഉള്ള കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലമായി എന്ന് ഗോപാലകൃഷ്ണൻ വായിക്കണം എന്നുകൂടി ആ സമയപരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ കൺവേ ചെയ്യുന്നു. തീർച്ചയായും ചർച്ച പൂർത്തീകരിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്തവർക്ക്